നിങ്ങൾക്ക് ആക്ച്വലി ടീച്ചേഴ്സ് മാറിപ്പോവാറുണ്ടോ നിങ്ങളെ? അവര് അതിനിപ്പോ പേര് വിളിക്കുമ്പോ നിതിൻ നിഖിലിനെ വിളിക്കും. ടോട്ടലി വിളിക്കും നേരത്തെ. ഫ്രണ്ട്സിനോ? ഫ്രണ്ട്സിന് ഇപ്പോൾ കറക്റ്റായി. നിങ്ങളെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്? കണ്ട് യൂസ്ഡ് ആകുമ്പോ അവർക്ക് നോർമലി മനസ്സിലാവും. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ എന്റെ ഫേസിൽ തടി കൂടുതല, മറുകുണ്ടോ? പിന്നെ മറിയില്ല. സൗണ്ട് ആണെങ്കിലും വ്യത്യാസം. വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്തുള്ളത്. ഇന്ന് എൻ്റെ കൂടെ 2 സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവരെ നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പ്രത്യേകത എന്നുള്ളത്. നിഖിൽ ആൻഡ് നിതിൻ. നിങ്ങൾ തമ്മിലൊരു തീരുമാനം ആദ്യം ആക്കൂ. നിതിൻ. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ് നാട്ടിലെ? സ്ഥലം പാലക്കാട്, നെന്മാറ. ഓക്കെ. ഇവിടെ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിന്റെ കോഴ്സ് പഠിക്കുകയാണ്. ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. എങ്ങനെയുണ്ട് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി? കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, ടീച്ചേഴ്സ് ആയിട്ട് അടിപൊളിയാണ്. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പഠിക്കണം. അത്ര പ്രശ്നം പഠിക്കണം, നമ്മൾ റിസ്ക് എടുക്കണം. അത് എവിടെയായാലും പഠിക്കണ്ടേ നിഖിൽ? അതാണ് ഞങ്ങളുടെ പ്രോബ്ലം. ക്ലാസ്സിലൊക്കെ പ്രോപ്പറായിട്ട് വരാറില്ലേ? ക്ലാസ്സിൽ വരാറുണ്ട്. ഓക്കെ. മടി പിടിക്കും, അങ്ങനത്തെ ഇഷ്യൂ. അല്ല, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എക്സാമിന് അത് ബാധിക്കില്ലേ? അറ്റൻഡൻസ് ഷോർട്ടേജ് നിങ്ങൾ ബാധിക്കില്ല? നമുക്ക് ഇവിടെ മിനിമം 75% അറ്റൻഡൻസ് വേണം. 75% അറ്റൻഡൻസ് വേണം. ഓക്കെ. പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ സെൻറ്ററിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ഇങ്ങനെ ഷെഫായിട്ട്, അസിസ്റ്റന്റ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരി. ഓക്കെ. അപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഡെയിലി വരും ബൈ ബസ്? അല്ല, നമ്മുടെ വീട് പറയുന്നത് സെന്ററിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. വീട് സെൻട്രലാണ് വരുന്നത്. ഓക്കെ. സിറ്റി സെന്ററിക്കായാലും യൂണിവേഴ്സിറ്റിക്കായാലും സെൻട്രലായിട്ട് വരുന്നത്. ലെപ്രാക്ക് പറയും. ലെപ്രാക്കില്. ഓക്കെ. ലെപ്രാക്ക് എന്ന് പറയുമ്പോൾ ബോർഡറിലായിട്ട് വരുന്നല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് കയറിയാൽ മതി? ഒരു ബസ്. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിലും വർക്ക് ആണെങ്കിൽ സെയിം ആണ് ഏകദേശം. ഓക്കെ. ഡിസ്റ്റൻസ് സെയിം ആണല്ലേ? അതായത് ലാപ്രാക്കിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലോട്ടും ലാപ്രാക്കിൽ നിന്ന് നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ഒരേ ദൂരമാണോ? ഒരു ഹാഫ് ആൻ അവർ ട്രാവൽ ചെയ്യണം. ഫസ്റ്റ് ഇയർ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലായിരുന്നു, പിന്നെ ഹോസ്റ്റലിൽ നിന്ന് മാറി അപ്പാർട്ട്മെന്റ്, ഷെയറിംഗ് അപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോമാണ്. എങ്ങനെ റെന്റ് വരുന്നത്? റെന്റ് €350 പെർ മന്ത്. €350 പെർ മന്ത്. അപ്പോൾ എത്ര പേരാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? ബില്ലും വാട്ടർ ബില്ലും കൂടെ ഒരു €450. യൂട്ടിലിറ്റിയും കൂടെ €450 വരും. അത് നിങ്ങൾ 4-5 പേര് ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് 4 പേരാ ഉള്ളത്. 2 BHK അല്ലേ? അപ്പോൾ ഒരു 120 ഒക്കെ വരുന്നുള്ളൂ മന്ത്ലി അല്ലേ? അതിന്റെ അടിയില്ല വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ എക്സ്പെൻസ് പറയുന്ന നാട്ടിൽ അതേ ഒരു എക്സ്പെൻസ് തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ബെനിഫിറ്റ്. ഇവിടെ നാട്ടിലെ ചെലവ് വരുന്നുള്ളൂ അല്ലേ? നാട്ടിലെ എക്സ്പെൻസ്. വെജിറ്റബിൾസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫിന് കുറച്ച് റേറ്റ് കുറവില്ല. ചിക്കനൊക്കെ 1 കിലോ 150 200, മാക്സിമം 200 അങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ചെലവ് ബാധിക്കണം. നാട്ടിൽ അതേ ഒരു ബേസാണ് എക്സ്പെൻസ് വരുന്നത്. ഇപ്പൊ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെൻസ് നാട്ടിലെ എക്സ്പെൻസ് വരുന്നുള്ളത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മേ ബി വരായിരിക്കാം. പക്ഷെ നമുക്ക് ഒരു വീടെടുത്ത് 4 പേരും 5 പേര് ഷെയർ ആക്കുമ്പോൾ അന്ന് നമുക്ക് ടാലി വരുന്നുണ്ട് അല്ലേ? ഓക്കെ. നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി അല്ലേ? നാട്ടിൽ പോയിരുന്നോ വെക്കേഷൻ? ഈ വർഷം പോവാൻ ഈ വെക്കേഷൻ, അടുത്ത വെക്കേഷൻ. പാലക്കാട് മിസ് ആവുന്നുണ്ടല്ലേ? പിന്നെ വല്ലാണ്ട് മിസ് ആവുന്നുണ്ട്. പാലക്കാട് ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് നിങ്ങളുടെ നെന്മാറയിലല്ലേ? നെന്മാറ ഉത്സവം കഴിഞ്ഞ് എല്ലാം മിസ് ആവുന്നുണ്ടാവില്ല? പിന്നെ സെപ്റ്റംബറില്, ഓഗസ്റ്റില് പിന്നെ വീട്ടുകാരെ മിസ് ആവുന്നുണ്ട്. ഓക്കെ. എല്ലാവരും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അതായത് ഈ വെക്കേഷൻ നിങ്ങൾ പോകാനുള്ള പ്ലാൻ ആണല്ലോ? അതിന് അടുത്ത ജൂലൈയിലെ എക്സാം ആണ്. ഓക്കെ. അല്ല, ജൂൺ ലാസ്റ്റോടെ എക്സാം കഴിയും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമുക്ക് 3 മാസം വെക്കേഷൻ ആയിരിക്കും. ഓക്കെ. ജൂൺ ലാസ്റ്റിൽ നിങ്ങൾ സെക്കൻഡ് ഇയർ 4th സെമസ്റ്ററിന്റെ എക്സാം കഴിയും. 4th സെമസ്റ്ററിന്റെ എക്സാം കഴിയും. ഓക്കെ. ഫൈനൽ എക്സാം കഴിയും. പിന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 months വെക്കേഷൻ ആയിരിക്കും. ഓക്കെ. നമുക്ക് എല്ലാം 3 മാസം വെക്കേഷൻ നാട്ടിൽ പോകുന്നില്ല. കുറച്ച് 1 മാസം ഫുള്ളായി പാർട്ട് ടൈം ചെയ്തിട്ട് അങ്ങനെ രീതിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ബാച്ചിലേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് അതുപോലത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഫാക്കൽറ്റീസ് ആയാലും കുഴപ്പമില്ല. അതായത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് ഒരു മെയിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. എല്ലാം നമ്മൾ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എല്ലാം നമുക്ക് ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ചെക്ക് ചെയ്ത് ആ ഒരു ബേസിൽ പോയി. പിന്നെ മെയിനായിട്ട് GPA വേണം. ഇവിടെ മിനിമം GPA 7 GPA ആണ്. എല്ലാ സെമ്മിലും 7 GPA ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 വർഷം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. മനസ്സിലായി. ഓക്കെ. ആ പെർസെൻറ്റേജ് നിങ്ങൾ കവർ ചെയ്ത് പോകണം. അതെ. ഓക്കെ. അപ്പോൾ GPA നോക്കും. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണെങ്കിലും GPA അവർ മെയിനായിട്ട് കൺസിഡർ. നിങ്ങൾ അക്കാദമിക്സ് 100% ഇംഗ്ലീഷിലാണല്ലോ. അതൊരു ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇല്ലേ? ഇപ്പോൾ ഞാൻ കണ്ടത് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റിയിൽ ഫിലിപ്പീൻസ് നിന്നും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി, അതുപോലെ ഫ്രാൻസ് എന്നൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്. അതുപോലെ സൗദി, ഖത്തർ എന്നൊക്കെ വരുന്ന ആളുകളുണ്ട്. ഇന്ത്യൻസ് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. ഇവരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാറുണ്ടോ? നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആയോ?
അൽബൻ ലാംഗ്വേജ് പഠിച്ചോ? ആ അത് പഠിച്ചു, പൊതുവെ സ്വാഭാവികത്തിൽ പഠിക്കുമല്ലോ. ലോക്കലി നിങ്ങൾ പാർട്ട് ടൈം ജോലിക്ക് പോകുമ്പോൾ അവിടെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ലാംഗ്വേജ് കുഴപ്പമില്ല, ഇപ്പൊ കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാനായാലും അത്യാവശ്യം അറിയാം. അത് ശരി. സർവൈവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, മിക്കവാറും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. പക്ഷെ കുറച്ച് വയസ്സായവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അവർക്ക് ഹലോ പറഞ്ഞാൽ തിരിച്ചു പറയാൻ പറ്റില്ല ഇംഗ്ലീഷിൽ. ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വെള്ളം വാങ്ങിക്കണമെങ്കിൽ പോലും നമ്മൾ ആ ലാംഗ്വേജ്, ഇപ്പോൾ ചൈനയിലും റഷ്യയിലൊക്കെ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത്തരത്തിലൊന്നും പ്രോബ്ലംസ് ഇല്ല. ഇവിടെ എല്ലാവർക്കും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഇവര് ടീച്ചിങ് രീതിയാകെ ഇവര് പഠിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കും. ജർമ്മൻ, ഇറ്റാലി, ഇംഗ്ലീഷ്, അങ്ങനെ കുറച്ച് ലാംഗ്വേജ് ഉണ്ട്, ഫ്രഞ്ച്. ഇവർക്ക് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോൾ അതൊക്കെ എന്റെ കൂടെയുള്ളവരും പറഞ്ഞു കേട്ടോ. ഒരു നല്ല കൂട്ടുകാരൻ. അൽബേനിയൻ ഫ്രണ്ട്സ് ഒക്കെ ആയോ നിങ്ങൾക്ക്? ഇവിടെയുള്ള സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അത്യാവശ്യം അടിപൊളി പിള്ളേരാണ് നല്ല. ഓക്കെ ടീനേജേഴ്സ് ഒക്കെ ഇവിടെ ഉള്ള, ഇപ്പോൾ നിങ്ങളുടെ ഏജിലുള്ള ആളുകളൊക്കെ നിങ്ങളുമായിട്ട് നന്നായി കമ്പനി ആവാൻ വരുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ അങ്ങോട്ട് പോയി കമ്പനി ആയി, അവർ തിരിച്ച് നമ്മൾ കമ്പനി ആവും. പക്ഷെ അവരോട് സംസാരിക്കേണ്ടത് അവർ തിരിച്ച് സംസാരിക്കുന്നില്ല. ആ ഒരു സെറ്റപ്പാണ്. നമ്മളൊരു ഇത് പോലെ ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എങ്ങനെയും ഇതൊക്കെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. മറ്റുള്ള പ്ലേസ്മെന്റ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്ലേസ്മെന്റ്, ഒരു എഡ്യൂക്കേഷൻ ഫയർ അല്ല, ഒരു കരിയർ ഫയർ ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നല്ലോ. അതിനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നോ? എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വേറെ ഫ്രണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു. ഓരോ കമ്പനീസിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഡയറക്റ്റ്. ഓക്കെ, നിങ്ങൾ തന്നെ അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളങ്ങ് വന്ന് പ്ലേസ്മെന്റ് ചെയ്ത് പോവില്ല, നമ്മളങ്ങോട്ട് പോയി എടുക്കേണ്ടതല്ലേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ഒരുപാട് ഇന്ററാക്ട് ചെയ്യുക, യൂറോപ്യൻസുമായിട്ടും ഒക്കെ ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത് പോകണം. പിന്നെ ഇവിടെ ലോക്കൽ കമ്പനീസ് ഉണ്ട്, IT ആണെങ്കിൽ. അപ്പൊ അവരായിട്ടൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ ജസ്റ്റ് ഇന്റർവ്യൂക്ക് പോകാൻ പറയും. ഇപ്പൊ സെക്കൻഡ് ഇയറിലായുള്ളൂ, ഇനി കോഴ്സ് കഴിയാൻ ഇനിയുണ്ടല്ലോ സമയം, 1.5 വർഷം കൂടി ഇല്ലേ? എനിക്ക് തോന്നുന്നു തേർഡ് ഇയർ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ തോന്നുന്നു. തേർഡ് ഇയർ ആകുമ്പോൾ പ്രാക്ടിക്കൽ ലാബ് ആവും, സെഷൻ. ഇപ്പൊ തന്നെ നമുക്ക് ഫുള്ള് പ്രൊജക്റ്റ് ആണ് സംഭവം. ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് എല്ലാം ഓക്കെയാണ്, പക്ഷെ പ്രൊജക്ട് ചെയ്തില്ലെങ്കിൽ എക്സാമിൽ ഫെയിൽ ആവും. അങ്ങനത്തെ ഒരു ഇതാ. തേർഡ് ഇയർ ഫുള്ള് പ്രൊജക്ട് ആയിരിക്കും. കൂടുതലും പ്രൊജക്ട് ആയിരിക്കും. ഒരു സബ്ജക്റ്റിൽ 30% മിഡ് ടേം, പിന്നെ 40% ഫൈനൽ എക്സാം, പിന്നെ ബാക്കിയുള്ളത് അറ്റൻഡൻസ്, പ്രൊജക്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എല്ലാ സബ്ജക്റ്റും എല്ലാ പ്രൊഫസർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. ഒരു സബ്ജക്ട് ഇങ്ങനെയാണെങ്കിൽ വേറെ സബ്ജക്ട്. എത്ര ദിവസം ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്കിപ്പോ എല്ലാ ദിവസവും ഉണ്ട്, ഡെയിലി ഉണ്ട്. 5 days ഫുൾ ആയിട്ട്. ടൈം എങ്ങനെ വരുന്നത്? ടൈം 9 to maximum 2 o'clock. അപ്പൊ നിങ്ങൾ ഈ പാർട്ട് ടൈം എങ്ങനെ? 3 o'clock അങ്ങനെ. പാർട്ട് ടൈം നിങ്ങൾ ഇതും രണ്ടും കൂടെ നിങ്ങൾ എങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? പാർട്ട് ടൈം ഈവനിങ്. 4 മണിക്ക് കയറിയ 11 മണി വരെ ഈവനിങ് ഷിഫ്റ്റ് എല്ലാവരും പൊതുവെ എടുക്കാറ്. അപ്പൊ 4 മണിക്കുള്ള അവിടെ എത്തിയാൽ മതി. പിന്നെ കുറച്ച് വൈകിയാൽ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ മതി. സ്റ്റുഡൻ്റ് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു കെയർ ചെയ്ത്. അതായത് കോളേജിലേക്ക് വരുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. പാർട്ട് ടൈം എന്നുള്ളത് നിങ്ങളൊരു പാർട്ട് ടൈം ആണ്, അപ്പോൾ ഇത് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. നിഖിൽ ആൻഡ് നിതിൻ, നിഖിൽ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സർ. താങ്ക് യു.